ഹലോ അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ ഇല്ലതേ കോയമ്പത്തൂർക്ക് പോകണ വഴിയിൽ നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. വെറുതെ ഞങ്ങൾ ഒറ്റമൈൻഡിലുണ്ടല്ലോ ഒരു പോക്ക്, അങ്ങനെ ഒരു പോക്ക് ഇങ്ങനെ കോയമ്പത്തൂർക്ക് പോകുന്നതാണ്. അപ്പോൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വന്ന് ഇവിടെ നല്ല രസമുള്ള സ്ഥലമാണ്, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല കാടും നല്ല കാട്ടിലെ ശബ്ദങ്ങളും നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തണലും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ നമ്മളെ ഏതറിൻ്റെ സ്കൂട്ടി ഇലക്ട്രിക് വണ്ടിയായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇതുവരെ വന്ന ഒരു വീഡിയോകളൊക്കെ ഒന്ന് കണ്ടുവരി. അതുവരെ ഞങ്ങളിവിടെ ഇങ്ങനെ റെസ്റ്റ് കേട്ടോ. അപ്പോൾ ഓക്കെ, സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മഞ്ചേരിയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കോയമ്പത്തൂർക്ക് പോകുന്നുണ്ട്. നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ രാവിലെ മഞ്ചേരി ടൗണാണിത്. ഇനി നമ്മൾ നേരെ പെരിന്തൽമണ്ണ വഴി അങ്ങനെ പാലക്കാട് വഴി നമ്മൾ നേരെ കോയമ്പത്തൂർക്ക് പോകുക. പച്ചക്കറികളൊക്കെ രാവിലെ തന്നെ പോകുന്നത്. അപ്പോൾ നമുക്ക് വഴിയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാട്ടി തരട്ടോ. പോവാട്ടോ, കൂടെ പോരി. ഞങ്ങളിതാ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട്. നല്ല പോക്ക പോണ്, നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ കഴിഞ്ഞ് നമ്മൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ, നല്ല ഫുഡ് കഴിക്കാനും, അതാണ് നല്ല തിരക്ക്. നമ്മൾ നല്ല ചൂടുള്ള പൂരിയാണ് ഓർഡർ ചെയ്തിട്ടോ. പൂരി നല്ല അടിപൊളിയാണ്, നല്ല സോഫ്റ്റ് ഉണ്ട് സാധനം. അതേപോലെ തന്നെ അത് ബാജിയും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് കഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര പോവാം. നമ്മളങ്ങനെ മലപ്പുറം ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയ്ക്ക് ചാടാൻ പോയിട്ടാണ്. പാലക്കാട് ജില്ല നമ്മുടെ ജില്ലയുടെ അതിർത്തിയാണ്. ഇവിടെ പാലം കടന്നു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലേക്ക് എത്തി. സ്വാഗതം ചെർപ്പുളശ്ശേരി നഗരസഭ. അപ്പോൾ നല്ല രാവിലെ തന്നെ നല്ല തണുപ്പും കൊണ്ട് ഇങ്ങനെ യാത്ര പോകുന്നുണ്ടോ. നല്ല സൂപ്പർ റോഡാണ്. ഒന്നൊന്നര റോഡാണ്, നല്ല സ്പീഡ് പോവാം. ഇലക്ട്രിക് വണ്ടിക്ക് പ്രത്യേകിച്ച് നല്ല റബ്ബറൈസ് ടാറിങ് ആണെങ്കിൽ നല്ല സുഖത്തിൽ ഇങ്ങനെ എത്രയും യാത്ര ചെയ്യാം. ചാർജ് ഉണ്ടായാൽ മതി. നല്ല ചുരുക്ക ബിൽഡിങ്ങില്ലേ, നല്ല പെയിൻറ്റിങ് ഒക്കെ ഉഷാറായി. ഇതാണ് പണിക്കാരൊക്കെ അതാ പോകണം. രാവിലെ തന്നെ എല്ലാവരും പണിക്ക് പോകണം. പണിക്കാരികളൊക്കെ ഉണ്ടേ, പെയിൻറ്റിങ്ങാരൊക്കെ ഉണ്ടായിരുന്നു. എന്തോ അടിപൊളി കണ്ടില്ല, ചാർജിങ് കിട്ടിക്കണേ. ഇതോടെ സ്ഥലം അറിയാം, മുണ്ടൂരെത്തി. മുണ്ടൂരാണ് ബാങ്കിൻ്റെ അടുത്ത്. അപ്പം ഇനി ഇവിടുന്ന് നമ്മൾ ചാർജ് ഫുള്ളായതിനു ശേഷം കൊണ്ടുപോകും. തുടങ്ങിയിട്ടുള്ളൂ 13 കിലോമീറ്റർ. അപ്പോൾ ഇനി കോയമ്പത്തൂർക്ക് 50 കിലോമീറ്റർ കൂടിയും ബാക്കിയുണ്ട് കേട്ടോ. ഏതായാലും നല്ല യാത്രയൊന്നും ഉഷാറാണ്. ചാർജ് ഒരു സ്ഥലത്ത് കുത്തി വെച്ചു. ഇനി ഏകദേശം കോയമ്പത്തൂരിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് കുത്തി വെച്ചാൽ മതി എന്നാണ് തോന്നുന്നത്. നാടുകളിലെ തിരക്കായി തുടങ്ങി. പാലക്കാടെത്തി. ഏതായാലും ഇതിൽ ഫുൾ ചാർജിൽ നമുക്ക് 100 കിലോമീറ്റർ എന്തായാലും രണ്ടാൾ വെച്ചിട്ട് കിട്ടും. പിന്നെ കുത്തി വെക്കുമ്പോൾ ഒരു 80 കിലോമീറ്ററേ കിട്ടുള്ളൂ. ഏതായാലും ഇനി കുറച്ച് അവിടെ എത്തിയതിനു ശേഷം നമുക്ക് കോയമ്പത്തൂരൊക്കെ എത്താൻ നേരത്തൊക്കെ ഇനി കുത്തി വെച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് യാത്ര ഇങ്ങനെ തുടരാം കേട്ടോ. അങ്ങനെ നമ്മൾ പാലക്കാട് കോയമ്പത്തൂർ ഹൈവേക്ക് എത്തിയത്. ഇങ്ങനെ നേരെ പിടിച്ചാൽ മതി. അങ്ങ് ദൂരെ മലകളൊക്കെ ഉണ്ട്, നമ്മളെ ക്യാമറയിൽ കാണുന്നില്ല. നല്ല സൈഡിലൊക്കെ നല്ല ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തർ നല്ല പോക്ക പോകണം. നമ്മൾ പിന്നെ മെല്ലെ പോകണം കേട്ടോ. നമ്മളത്ര സ്പീഡൊന്നുമില്ല. ഒരു ചെറിയ പോലെ 54 സ്പീഡ് അത്ര നമ്മൾ പോകണം. ടോൾ ബൂത്ത് എത്തിയിട്ടുണ്ടോ, ഗേറ്റ് എത്തിയിട്ടുണ്ട്. ടോള് നമ്മളെ ഈ സൈഡിൽ കൂടെ നമ്മുടെ സ്കൂട്ടിക്കും അതേപോലെ ഇരുചക്ര വാഹനങ്ങളൊക്കെ നമുക്ക് ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിലങ്ങനെ ഈ സൈഡിൽ കൂടെ അങ്ങനെ പോവാം. അപ്പം ഇനി ഉഷാറായിക്കര റോഡുകളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഹൈവേ, സൂപ്പർ ഹൈവേ ഇങ്ങനെ. അപ്പോൾ നമ്മൾ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാം കേട്ടോ. മലകളൊക്കെ കുറച്ച് ദൂരമുണ്ട്. ഇനി കുറച്ചുള്ളൂ കോയമ്പത്തൂർക്ക്. 30 കിലോമീറ്ററോളം. ഓ, ആ തെങ്ങ് കാണാനൊക്കെ നോക്കി എന്ത് രസമാണ്. തെങ്ങിനെ കാണാനൊക്കെ എന്താ ഫുള്ള് കണ്ടെയ്നറൊക്കെ അവിടെ സൈഡാക്കിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റില് നമ്മളെ വാളയാർ എത്തിട്ടോ. നമ്മളെ കേരള തമിഴ്നാട് അതിർത്തി. നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ സൈഡാക്കിയിട്ട് നല്ലൊരു കാലാവസ്ഥ, നല്ലൊരു ഏരിയ, റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഏരിയ. അപ്പോൾ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് കൊടുക്കണം. അങ്ങനെ കിടക്കുക ഞങ്ങളിങ്ങനെ. വീണ്ടും യാത്ര ആരംഭിച്ചിട്ടോ. ഇനി വലിയ ദൂരമൊന്നുമില്ല, ഇനി കുറച്ചേ പോകാണ്ടാവുള്ളൂ. കോയമ്പത്തൂർ ഇനി 25 കിലോമീറ്ററുള്ളൂ.
നമ്മുടെ നാട്ടിൽ തെങ്ങാണെങ്കിൽ ഇതാ ഇവിടുത്തെ കരിമ്പനങ്ങളാണ്. കരിമ്പനങ്ങളൊക്കെ നല്ല റോഡ് സൈഡിലൊക്കെ നല്ല രസത്തിൽ കാണാൻ കേട്ടോ, അടിപൊളി. നമ്മൾ കോയമ്പത്തൂർ സിറ്റിക്ക് എത്താനായി. നമ്മൾ ബ്രിഡ്ജ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോയമ്പത്തൂർ സിറ്റിയിലെത്തി. പിന്നെ നമ്മൾ നല്ലൊരു വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു പള്ളി കേന്ദ്രീകരിച്ചിട്ട് അതേപോലെ നമ്മൾ വണ്ടി ചാർജിലിടും വേണം. അങ്ങനെ ഭക്ഷണം കഴിച്ച് അതേപോലെ നമ്മൾ പള്ളിയിൽ നോക്കിയിട്ട് പള്ളി നിസ്കാരം കഴിഞ്ഞ ശേഷം നമ്മൾ ഇനി പുറത്തിറങ്ങുള്ളൂ. ഇതാണല്ലോ അതവിടെ ഒരു വലിയൊരു തടാകമുണ്ട്. ഇപ്പുറത്ത് എന്തൊരു ലേക്ക് ഉള്ള ഒരു തടാകമാണ് ഇവിടുത്തെ മെയിൻ ഒരു പാർക്ക് സ്ഥലമാണ്. ഇതൊക്കെ ഈ ഭാഗത്ത് ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലമാണ് ഇത്. വൈകുന്നേരങ്ങളൊക്കെ നല്ല ആൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ ഒരു അപ്പുറത്ത് ഫുള്ള് തടാകമാണ്. ഏതായാലും ഇവിടെ നല്ല പാർക്ക് ഏരിയ ആണ്. ഇവിടെ നമ്മളിപ്പോൾ ഇറങ്ങണില്ല. ഇതൊക്കെ അതിൻ്റെ മെയിൻ ഗേറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും നമ്മൾ ഇനി ഇവിടെ നേരെ പള്ളി കേന്ദ്രീകരിച്ചിട്ട് അവിടെ എത്തിയതിനു ശേഷം ജുമാ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മടങ്ങിപ്പോകും. ഓ അടിപൊളി സ്ഥലട്ടോ. വലിയ ഇത് കുളാട്ടോ ഇവിടെ. ഇതൊരു കുളമാണോ അത് തടാകമാണോ? അതിൽ തടാകമാണെന്ന് തോന്നുന്നുണ്ട്. വലിയൊരു തടാകമാണ്. മേൽപ്പാലം മേലെ നമ്മൾ അടി കൂടെ അങ്ങനെ പോകണം. ഒരു തടസ്സമല്ല കേട്ടോ. അടിയിലും മേലെയും കൂടിയൊക്കെ ഇപ്പോൾ സുന്ദരമായിട്ട് വണ്ടി പോകുന്നുണ്ട്. ഇതല്ലതാ, ഇതാണ് ചൈനടാ. ഇതാണ് ചൈന മാർക്കറ്റേ. ചൈന ബസാർ ഇവിടുന്ന് കേട്ടാണ്. എവിടെ വണ്ടി സൈഡാക്കി ഇട്ടതാ. നല്ലൊരു അടിപൊളി പള്ളിയുണ്ട് അതാ. നമസ്കരിക്കാൻ പള്ളിക്ക് എത്തി കേട്ടോ. കുറച്ചപ്പുറത്ത് നമ്മളെ വണ്ടി ചാർജ് വെച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. പള്ളിക്ക് പോകുന്നതാണ്. കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അതാണ് പള്ളി. നല്ല രസമല്ലേ പള്ളിക്കാ. നമ്മളെ പഴയ ആവുള്ളൂ ഹനഫി ജുമാ മസ്ജിദാണ് ഇവിടെ. ഹനഫി ആളുകളൊക്കെ എത്തി തുടങ്ങുന്നുള്ളൂ. ബാങ്ക് കൊടുക്കാൻ സമയമുണ്ട്. നമ്മൾ നേരത്തെ എത്തി. നല്ല വിശാലമല്ലേ അല്ലേ? ഉള്ളിൽ വലിയ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم. அளவிலா அருளும் நிகரிலா அன்பும் கொண்ட எல்லாம் அல்ல அல்லாஹ்வின் அன்னாரின் அடிச்சுவற்றை பின்பற்றி வாழ்ந்து வழிகாட்டிய உத்தம சத்திய சஹாபாக்கள். അങ്ങനെ പള്ളി ജുമാ കഴിഞ്ഞ് നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങണം. ജുമാ നമസ്കാരം കഴിഞ്ഞു. 1.5 മണിക്കൂറാണ് ഈ പ്രസംഗം. നല്ല പ്രസംഗമാണ്. പക്ഷേ നമുക്ക് മനസ്സിലാവുള്ളല്ലോ. ഓ നല്ല പാടാ. അങ്ങനെ അപ്പോൾ പൈസ അടക്കുക. മാത്രമല്ല ഇവന് കമ്മിയാണെങ്കിൽ തൻ്റെ പഠിക്കാൻ നല്ലോണം വായി കൊടുക്കും ചോദിച്ചു മാറ്റിച്ച്. അപ്പോൾ നമ്മൾ മടങ്ങാൻ കേട്ടോ. നമ്മളെ ഫോണൊക്കെ ബാറ്ററി ലോ ഒക്കെ ആയി ഒക്കെ ഓഫായി പോയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് നമ്മൾ രാത്രി തന്നെ മടങ്ങാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്. രാത്രി 7 മണിയായി. അപ്പോൾ നമ്മളോട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമ്മൾ വീണ്ടും വരും. ഓക്കെ, അസ്സലാമു അലൈക്കും.